പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 കമ്പ്യൂട്ടർ സയൻസിലെ ആദ്യ ചാപ്റ്ററായ ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിലെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഈ സെക്ഷനിൽ ഇവല്യൂഷൻ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് മെഷീൻസിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. ആദ്യമായി അബാക്കസ് എന്ന കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്താണെന്ന് നോക്കാം. അബാക്കസ് is the first computing machine. We can say it is the first computer for basic arithmetic calculation. അബാക്കസ് കണ്ടുപിടിച്ചത് മെസോപ്പൊട്ടാമിയൻസ് ആണ്. 3000 BC, ഏകദേശം 3000 BC-യിലാണ് മെസോപ്പൊട്ടാമിയൻസ് ഡിസ്കവേർഡ് അബാക്കസ്. അബാക്കസ് അർത്ഥമാക്കുന്നത് ഒരു കാൽക്കുലേറ്റിംഗ് ബോർഡ്. അബാക്കസ് മീൻസ് എ കാൽക്കുലേറ്റിംഗ് ബോർഡ്. അബാക്കസിൽ consisted of beads on movable rods divided into 2 parts. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് പാർട്ടുകളാക്കിയിട്ട് തിരിച്ചിട്ട് ഉള്ള മൂവബിൾ ബീഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു അബാക്കസിൻ്റെ സ്ട്രക്ചർ എന്നുകൂടി മനസ്സിലാക്കാം. സോ അപ്പോൾ ഒന്നുകൂടി പറയാം, അബാക്കസ് ഫസ്റ്റ് കമ്പ്യൂട്ടിംഗ് മെഷീനാണ്. ഫസ്റ്റ് കമ്പ്യൂട്ടർ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നു. മെസോപ്പൊട്ടാമിയൻസ് ആണ് ഇത് കണ്ടെത്തിയത്, ഡിസ്കവർ ചെയ്തത്. കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്നും ഇതിനെ പറയാറുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇനി അബാക്കസ് പ്രവർത്തിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് വാല്യൂ സിസ്റ്റം. പ്ലേസ് വാല്യൂ സിസ്റ്റം നമ്മളൊക്കെ ഇപ്പോൾ ഒറ്റയുടെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, ഇങ്ങനെയുള്ള ഒരു പ്ലേസ് വാല്യൂ സിസ്റ്റം ഉപയോഗിച്ചാണ് അബാക്കസ് വർക്ക് ചെയ്യുന്നത്. അബാക്കസിനെ കൗണ്ടിങ് ഫ്രെയിം എന്നും വിളിക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ കൗണ്ടിങ് ഫ്രെയിം. ഇപ്പോൾ നാം കാണുന്ന രീതിയിലേക്ക് അബാക്കസിൻ്റെ ഈ സ്ട്രക്ചർ മാറ്റിയത് ചൈനീസ് ആണ്. ചൈനീസ് ഇംപ്രൂവ്ഡ് അബാക്കസ് ആസ് എ ഫ്രെയിം ഹോൾഡിംഗ് വെർട്ടിക്കൽ വയേഴ്സ് വിത്ത് 7 ബീഡ്സ് ഓൺ ഈച്ച് വയർ. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, 7 ബീഡുകളാണുള്ളത്. ഓരോ വയറുകളിലും 7 മുത്തുകളാണുള്ളത്. 1 2 3 4 5 6 7 7 ബീഡുകളാണ് ഓരോ വയറിലും ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡിവൈഡർ ഉണ്ട്. ദാറ്റ് സെപ്പറേറ്റ്സ് ദ ടോപ്പ് 2 ബീഡ്സ് ഫ്രം ദ ബോട്ടം 5. ഈ ഹൊറിസോണ്ടൽ സെപ്പറേറ്റർ മുകളിലുള്ള 2 ബീഡുകളെ താഴെയുള്ള 5 ബീഡുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വരികളിലും മൊത്തം 7 ബീഡുകളുണ്ട്. അതിനൊരു ഹൊറിസോണ്ടൽ സെപ്പറേറ്റർ, ഹൊറിസോണ്ടൽ ബാർ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാറിൻ്റെ മുകളിൽ സാധാരണ നമ്മൾ ഹെവൻ എന്നൊക്കെ പറയും, താഴെ എർത്ത് എന്ന് പറയാറുണ്ട്. ആ മുകളിൽ 2 ബീഡുകളും താഴെ 5 ബീഡുകളുമാണ് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കാം. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് വാസ് ഡൺ യൂസിങ് ദ പ്ലേസ് വാല്യൂ ഓഫ് ഡിജിറ്റ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ബീഡ്സ് ഇൻ ആൻ അബാക്കസ്. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യുന്നത് പ്ലേസ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ബീഡുകളുടെ പൊസിഷനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ നോക്കാം. ഇനി ഇതിനകത്തുള്ള ബീഡുകളുടെ വാല്യൂ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ബാറിന് താഴെ 5 ബീഡുകളുണ്ട്. ഈ ബാറിന് താഴെയുള്ള 5 ബീഡുകളിൽ ഓരോ ബീഡിൻ്റെയും വാല്യൂ 1 ആണ്. അപ്പോൾ താഴെ മൊത്തം 5 ആണ് ഉണ്ടായിരിക്കുക. ഓരോ ബീഡിനും വാല്യൂ 1 ആണ്. ഈ ബാറിന് മുകളിലുള്ള ബീഡുകളുടെ ആകെ 2 ബീഡാണുള്ളത്. ബാറിന് മുകളിൽ ഓരോ വരികളിലും അതിൻ്റെ വാല്യൂ 5 ആണ് എന്നുകൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ 5 ആണ് മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ, താഴത്തെ ബീഡിൻ്റെ വാല്യൂ 1 ആണ്. ഓരോന്നാണ്. ഓക്കെ. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ദ ബീഡ്സ് വിച്ച് ആർ പുഷ്ഡ് അഗെയിൻസ്റ്റ് ദ ബാർ റെപ്രസെൻറ്റ് ദ നമ്പർ. ഈ ബാറിലേക്ക് ചേർന്ന് നിൽക്കുന്ന ബീഡുകൾ ആണ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഈ ബാറിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നത്, ഈ ഡിവൈഡ് ചെയ്ത ബാറിലേക്ക് ടച്ച് ചെയ്തിട്ട് ഏറ്റവും റൈറ്റ് മോസ്റ്റിൽ 4 ബീഡുകളാണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്, താഴെ നിന്ന് മുകളിലേക്ക്. അപ്പോൾ 4 അത് താഴെയുള്ള ബീഡുകളായതുകൊണ്ട് ഓരോന്നാണ് വാല്യൂ. അപ്പോൾ 4 എന്നാണ് അതിൻ്റെ ആ നമ്പർ, 4 എന്നുള്ള നമ്പറാണ്. രണ്ടാമത്തെ വരി നോക്കുക, റൈറ്റിൽ നിന്ന് തന്നെ. അപ്പോൾ അതിൽ മുകളിലത്തെ ഒരു ബീഡും ഉണ്ട്, താഴെ നിന്നുള്ള ഒരു ബീഡും ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ 5 ആണ്, താഴത്തെ ബീഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 5ഉം 1ഉം 6 എന്നാണ് ആ നമ്പർ. ഇനി അടുത്ത വരി നോക്കുക, അതിൽ താഴത്തെ 3 ബീഡുകളാണ് ബാറുമായി ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 3 ആണ്. അടുത്ത വരി നോക്കുക, ഈ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് വരി നോക്കുക, ടച്ച് ചെയ്ത് നിൽക്കുന്ന
അവിടെ 2 ആണ്, 2 ബീഡുകൾ. അപ്പോൾ 2364 എന്നുള്ളതാണ് ഈ സ്ട്രക്ചറിൽ കാണുന്ന അബാക്കസ്, അതിൻ്റെ വാല്യൂ എന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതായി 2 സംഖ്യകൾ തമ്മിൽ എങ്ങനെ അബാക്കസ് ഉപയോഗിച്ച് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ചിത്രത്തിലെ ഏറ്റവും വലതുഭാഗത്ത് 2 + 4 എന്ന് അതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഒരു റോ നോക്കുക. ആ ഒരു റോയിൽ 2 ബീഡുകളെ താഴെ നിന്നും മുകളിലേക്ക് ഉയർത്തുക. താഴെയുള്ള 2 ബീഡുകളെ താഴെ നിന്നും മുകളിലേക്ക് ഉയർത്തുക. ബാറിന് താഴെയുള്ള 2 ബീഡുകളെ. അപ്പോൾ ആ വാല്യൂ എത്രയായി? 2 ആയി. പിന്നെ മുകളിലുള്ള ഒരു ബീഡിനെ മുകളിൽ നിന്നും താഴേക്ക് ഇറക്കുക. അപ്പോൾ എന്തായി? വാല്യൂ എന്തായി? 5 ആയി. അപ്പോൾ 5ഉം 2ഉം എന്തായി? അപ്പോൾ അവിടെ പിന്നെ 1 കൂടുതലാണ്. അവിടെ 5 വന്നു, ഇവിടെ എന്ത് വന്നു? 2 വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? താഴത്തെ സെക്ഷനിൽ നിന്നും ഒരു ബീഡിനെ താഴത്തേക്ക് ഇറക്കണം. കാരണം നമ്മൾ 2 ആണ് മുകളിലേക്ക് കയറ്റിയത്. പിന്നെ മുകളിലത്തെ ഭാഗത്തുനിന്ന് പിന്നെ നമുക്ക് ചേർക്കാൻ 4 എന്നുള്ള ഒരു ബീഡില്ല. താഴെ നിന്നാണെങ്കിലോ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ ബാക്കി ആകെ 2 ഉയർത്തി കഴിഞ്ഞാൽ ബാക്കി ആകെ 3 ഉള്ളൂ. അപ്പോഴും 4 ഇല്ല. അപ്പോൾ നമ്മൾ 5 മുകളിൽ നിന്ന് ഇറക്കിയിട്ട് താഴെ നിന്ന് 1 2 താഴത്തേക്ക് ആക്കി. അപ്പോൾ എന്തായി? അത് തമ്മിൽ ആ ബീഡുകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 + 1 എന്നുള്ളത് ഉത്തരം എന്താണ്? 6. അപ്പോൾ 2 + 4ൻ്റെ ഉത്തരം 6 എന്നുള്ളത് ആ ബാറിനോട് ചേർന്ന് കിട്ടി. ഇതുപോലെ 2 + 6 നമ്മളൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 2 നമ്മൾ എന്ത് ചെയ്യുക? താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. 2 ഉയർത്തി. പിന്നെ 6 ഉയർത്താൻ പിന്നെ താഴെ നിന്ന് ഉയർത്താനില്ല. താഴെയിൽ പിന്നെ ആകെ 3 ബീഡുകളുള്ളൂ. അത് 3 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ മുകളിൽ നിന്ന് ഒരു ബീഡിനെ താഴേക്ക് ഇറക്കുക. അപ്പോൾ 5 ആയി. അപ്പോൾ 5ഉം 2 ആയി. പക്ഷെ 6 ആണ് വേണ്ടത്. അപ്പോൾ 6ന് പിന്നെ അടുത്ത മുകളിലേക്ക് വരുമ്പോൾ വീണ്ടും 5 ആവും. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ 5 + 1 കൂടിയാണ് വേണ്ടത്. ആ 1 ചേർക്കാൻ വേണ്ടി താഴെ നിന്ന് 1നും കൂടി മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ എന്തായി? അത് 6 ആയി. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 5 ബീഡുകൾ കൗണ്ട് ചെയ്ത് നോക്കുക. 5 + 5 6 7 8 എന്ന് ലഭിച്ചു. അതുപോലെ 2 + 1 2 + 1ന് 2 എന്ത് ചെയ്തു? നമ്മൾ മുകളിലേക്ക് ഉയർത്തി. +1 ആണ്. ഒരു ബീഡ് കൂടി ഉയർത്തണം. ആ ഒരു ബീഡ് ഉയർത്താൻ നമ്മൾ താഴെ നിന്ന് ഉയർത്തിയാൽ മതി. താഴെ ബാക്കി 2 ഉയർത്തി കഴിഞ്ഞാൽ ബാക്കി 3 കൂടി ഉണ്ടല്ലോ. അതിൽ നിന്ന് 1 ഉയർത്തിയാൽ മതി. അപ്പോൾ എന്തായി? 3 ആയി. അപ്പോൾ 3 ബീഡുകൾ, ആ ബീഡുകൾ കൗണ്ട് ചെയ്ത് വെക്കാം. അപ്പോൾ 2 + 1 3 എന്ന് ലഭിച്ചു. അപ്പോൾ ഈ രീതിയിലാണ് സംഖ്യകളെ അബാക്കസ് ഉപയോഗിച്ച് ആഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. വേറൊരു സംഖ്യയും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡിങ് 54 and 46. 54ഉം 46ഉം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിലുള്ള ആ ഫ്രെയിം ഒന്ന് നോക്കുക. അതാണ് 54. അതിൽ 5 10ൻ്റെ സ്ഥാനത്തുള്ള 5ന് ആ 5 എന്നുള്ള ബീഡ് ഇതിനകത്ത് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ബാറിൽ. അടുത്തത് 4, താഴെ 4 ഉണ്ട്. അപ്പോൾ 54 ആയി. ഇനി 46 ആണ് വേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. 46 ആണ് വേണ്ടത്. അപ്പോൾ ആ ബീഡ് തന്നെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ചിത്രത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ 5 ഉണ്ട്, 54 അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 46ൽ 10ൻ്റെ സ്ഥാനത്തുള്ള ഏതാണ്? 4 ആണ്. അപ്പോൾ 10ൻ്റെ സ്ഥാനത്തുള്ള 4 ബീഡിനെ കൂടി മുകളിലേക്ക് ഉയർത്തുക. 10ൻ്റെ സ്ഥാനത്ത് നിന്ന് 4 ബീഡിനെ 4 ആണല്ലോ വേണ്ടത്. അപ്പോൾ 4 ബീഡിനെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. താഴെ ഉണ്ട് 4 ബീഡുകളുണ്ട്. അപ്പോൾ അത് 4 ബീഡിനെ മുകളിലേക്ക് ഉയർത്തുക. അപ്പോൾ 1 2 3 4 ബീഡ്. അപ്പോൾ ചിത്രം സെൻട്രൽ നടുവിലുള്ള ചിത്രത്തിൽ നോക്കുമ്പോൾ ആ 4 ബീഡുകളും മുകളിലേക്ക് ഉയർത്തും. ഇനി ഒറ്റയുടെ സ്ഥാനം നോക്കാം. ഒറ്റയുടെ സ്ഥാനത്തിൽ നമ്മൾ 54ലെ 4 അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഏതാണ് വേണ്ടത്? 6 ആണ് വേണ്ടത്. 6 ചേർക്കണം. 6 ചേർക്കണമെങ്കിൽ എന്ത് വേണം? താഴെ 1 ഉണ്ട്. ആ 1നെ മുകളിലേക്ക് ഉയർത്തുക. മുകളിലുള്ള 1നെ താഴേക്ക് ഉയർത്തുക. അപ്പോൾ 5 ആയി. അപ്പോൾ 5 1 6 ആയി. അപ്പോൾ ഈ സെൻറ്ററിലുള്ള അബാക്കസിൻ്റെ സ്ട്രക്ചറിലാണ് 54 + 46 എന്നുള്ളത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് 56 + 46 നോക്കുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നടുവിലെ ചിത്രത്തിലുള്ള റൈറ്റ് സൈഡിലുള്ള റോ എണ്ണുമ്പോൾ മുത്തുകളൊന്ന് എണ്ണി നോക്കുക. അപ്പോൾ എണ്ണി നോക്കുമ്പോൾ 5 + 5 6 7 8 9 10 എന്നാണ് വരിക. 10 എന്ന് വരും. അപ്പുറത്തുള്ളത് 9 വരും. 10 വരുമ്പോൾ എന്തായി? നമുക്കൊരു കേരി എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 10 വരുമ്പോൾ അത് ആ ലെഫ്റ്റും റൈറ്റ് മോസ്റ്റുള്ളത് 0 മാറും. മറ്റേത് 9 ആവും. ആ 9ൽ വീണ്ടും ഒരു കേരി ഉണ്ട്. ആ കേരി വരുമ്പോൾ ആ 9ഉം എന്തായി? 0 മാറി. അതിനുശേഷം
1 വരുമ്പോൾ ആ 1നെ മാത്രം എന്ത് ചെയ്യണം, മൂന്നാമത്തെ വരിയിൽ മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ നമുക്ക് ആ ബാറിനകത്ത് ഒന്നും ടച്ച് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ വാല്യൂ എന്താണ്, 0 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ബാറിൽ നടുവിലത്തെ ബാറിനകത്ത് ഒന്നും ടച്ച് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, 0. പക്ഷേ ഈ മൂന്നാമത്തെ വരിയിൽ 1 എന്ത് ചെയ്തിട്ടുണ്ട്, മുകളിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ 1. അപ്പോൾ അതിന് ശേഷമുള്ള ഓരോ ബാറിലെയും ഒന്നുമില്ലെങ്കിലും അതിൻ്റെ വാല്യൂ എന്താവും, 0 ആകുമ്പോൾ സംഖ്യ എന്തായി മാറും, 100 മാറും എന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയാണ് രണ്ട് സംഖ്യകളെ അബാക്കസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അബാക്കസ് ഉപയോഗിച്ച് ധാരാളം മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. എങ്കിലും ചെറുതായിട്ട് രണ്ട് സംഖ്യകളെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്തതായി നേപ്പിയേഴ്സ് ബോൺസ് എന്ന കമ്പ്യൂട്ടിംഗ് മെഷീനെ പരിചയപ്പെടാം. ദിസ് മെഷീൻ ഡിസ്കവർഡ് ബൈ ജോൺ നേപ്പിയർ ഇൻ 1617 1617 AD-യിലാണ് ജോൺ നേപ്പിയർ ഇത് കണ്ടുപിടിച്ചത്. ഇദ്ദേഹം ഇതിനു മുൻപ് ലോഗരിതം, നമുക്കറിയാം ലോഗരിതം ടേബിൾ, ലോഗരിതം കണ്ടുപിടിച്ചതും ഇദ്ദേഹം തന്നെയാണ്. നേപ്പിയർ ഡിവൈസ്ഡ് എ സെറ്റ് ഓഫ് നമ്പറിംഗ് റോഡ്സ്. ഈ നമ്പറിംഗ് റോഡ്സിനെ പറയുന്ന പേരാണ് നേപ്പിയേഴ്സ് ബോൺസ് എന്ന് ആണ് പറയാം. ഇതുപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ്. എങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ? വലിയൊരു സംഖ്യയെ 2 മുതൽ 9 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൊണ്ട് വളരെ വേഗത്തിൽ ഗുണിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ എത്രയോ വലിയൊരു സംഖ്യ ആയിക്കോട്ടെ, ആ സംഖ്യയെ ഒരു ചെറിയ ഒറ്റ സംഖ്യ കൊണ്ടാണ് ഇത് ഉപയോഗിച്ച് വേഗത്തിൽ ഗുണിക്കാൻ കഴിയുന്നത്. 2 മുതൽ 9 വരെയുള്ള സംഖ്യ കൊണ്ടാണ് ഇതുകൊണ്ട് ഗുണിക്കാൻ കഴിയുന്നത്. വേറൊരു വലിയ സംഖ്യനല്ല, 2 വലിയ സംഖ്യകളെയല്ല ഇത് ഉപയോഗിച്ച് വേഗത്തിൽ ഗുണിക്കാൻ കഴിയുന്നത്. ഒരു വലിയ സംഖ്യയെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ കഴിയും, വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നേപ്പിയേഴ്സ് ബോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഒരു ഫ്രെയിം കണ്ടു. ഈ ഫ്രെയിമിൽ ഈ മഞ്ഞ കളറിലുള്ള അതാണ് അതിൻ്റെ ഫ്രെയിം. ഈ മഞ്ഞ കളറിൽ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളുണ്ട്, അത്രയും വരികളുണ്ട്. അതിൽ നമ്മൾ ഓരോ സ്ട്രിപ്പുകൾ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ആ സ്ട്രിപ്പുകൾ ഏതാണ്? 1ൻ്റെ സ്ട്രിപ്പ്, ആ ചുവപ്പ് കളറിൽ വരുന്നത് ഓരോ സ്ട്രിപ്പുകളാണ്. നമ്മളത് അവിടെ നിന്ന് എടുത്ത് മാറ്റി സംഖ്യയ്ക്ക് അനുസരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. 1 എന്നുള്ള ആ സ്ട്രിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. 1 ആ സ്ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ അവിടെ നോക്കുക, 1 × 1 1 അത് അവിടെ എഴുതി. 2 × 1 2. അപ്പോൾ ആ 2 എന്നുള്ള സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്ക്വയറിൻ്റെ താഴത്തെ ഭാഗത്ത്, ആ സ്ക്വയറിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം, താഴത്തെ ഭാഗത്താണ് എഴുതുക. 3 × 1 3 ഈ രീതിയിലാണ് വരുന്നത്. ഇനി നോക്കുക, ഈ 3 × 4 നോക്കുക. 3 × 4 ഈ മഞ്ഞ കളറുള്ള 3ഉം റെഡ് കളറുള്ള 4ഉം ആ പോയിന്റിൽ നോക്കുക. അപ്പോൾ അവിടെ 12 ആണ് വരിക. 4 × 3 12 ആണല്ലോ. 3 × 4 അതിൽ 2 താഴെയും എഴുതും, 1 മുകളിലും എഴുതും. ഈ രീതിയിലാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ സ്ട്രിപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ട്രിപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാസ്റ്റ് 9 × 9 നോക്കിയാൽ ഏറ്റവും റൈറ്റ് മോസ്റ്റിലുള്ളത് 81 ആണ്. അതിൽ 1 താഴെ എഴുതും, 8 മുകളിൽ എഴുതും. അപ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ 1 മുതൽ 9 വരെയുള്ള സ്ട്രിപ്പുകൾ ഉണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ സംഖ്യകളെയാണോ, ആ മഞ്ഞ കളറുള്ള സ്ട്രിപ്പ് ഫ്രെയിം അവിടെ തന്നെ പെർമനൻ്റ് ആണ്. ബാക്കി 1 മുതൽ 9 വരെയുള്ള കോളംസ് ഉണ്ടല്ലോ, ആ സ്ട്രിപ്പുകളുണ്ട്, അത് നമുക്ക് ഗുണിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 45 എന്നുള്ള സംഖ്യേനെ 5 കൊണ്ടാണ് ഗുണിക്കേണ്ടതെങ്കിൽ ഈ 4 എന്നുള്ള സ്ട്രിപ്പും 5 എന്നുള്ള സ്ട്രിപ്പും മാത്രമാണ് നമ്മളിവിടെ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഈ സ്ട്രിപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ 2 സംഖ്യകളെ ഗുണിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് 425 എന്നുള്ള സംഖ്യയെ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 4 എന്ന സ്ട്രിപ്പ്, ആ 1 മുതൽ 9 വരെയുള്ള മഞ്ഞ കളറിൽ, ഞാൻ ഇവിടെ വെള്ള കളറിലാണ് വേറെ ചിത്രം എടുത്ത് വെച്ചെന്നുള്ളൂ, ആ 1 മുതൽ 9 വരെയുള്ള ആ ഫ്രെയിം അവിടെ ഉണ്ട്. അവിടെ നമ്മൾ എന്തുകൊണ്ട് വെച്ചു, 4 എന്നുള്ള ആ സ്ട്രിപ്പും 2ൻ്റെ സ്ട്രിപ്പും 5ൻ്റെ സ്ട്രിപ്പും കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ശ്രദ്ധിക്കുക, 4ൻ്റെ സ്ട്രിപ്പും 2ൻ്റെ സ്ട്രിപ്പും 5ൻ്റെ സ്ട്രിപ്പും നമ്മൾ ആ ഫ്രെയിമിൽ കൊണ്ടുപോയി വെച്ചു.
ഇനി നമ്മൾ ഗുണിക്കേണ്ടത് 6നെയാണ്. അപ്പോൾ 6 എന്നുള്ള വരി നോക്കുക, ആ റോ 6 എന്നുള്ള വരി നോക്കുക. ഈ റൈറ്റ് സൈഡിലുള്ള ചിത്രത്തിൽ കാണാം ഈ 6 എന്നുള്ള വരിനെ ഞാനൊന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 6 എന്നുള്ള വരി മാത്രം ഇങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ 6 എന്നുള്ള വരിയിൽ എന്താ ഉള്ളത്? ആ വരിയിലുള്ള 4ന്റെ 24 ആണല്ലോ. 6 4 24, 2 ഉണ്ട്, താഴെ 4 ഉണ്ട്, 1 2 ഉണ്ട്, 3 0 ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെന്താ ചെയ്യുന്നത്? ഇതിനെ ചിത്രത്തിൽ ഉള്ളതുപോലെ 6ന്റെ ആ വരിയാണിത്. ഇതിൽ നമുക്ക് അറിയാം, തൊട്ട് മുന്നേ നോക്കാം. ഇവിടെ ഈ കോണായിട്ട് വരുന്നത് തമ്മിൽ എന്ത് ചെയ്യുക? ഈ കോണായിട്ട് വരുന്നത് തമ്മിൽ കൂട്ടുകയും ബാക്കിയുള്ളത് തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ 4ന്റെ വരിയിൽ 2 ഉണ്ട്, താഴെ 4ഉം 1ഉമാണ് കോണായിട്ട് വരുന്നത്. ഈ ഒരുമിച്ച് വരുന്നത് 4 1. അപ്പോൾ 2 ഉണ്ട്, പിന്നെ 4 + 1, പിന്നെ 2 + 3, പിന്നെ 0. ഇങ്ങനെയുള്ളത് 2 ഉണ്ട്, പിന്നെ 4 + 1 ആണുള്ളത്, 4ഉം 1ഉം, പിന്നെ 2 + 3. അതാണ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കോണിൽ നിൽക്കുന്നത്. ആ കോൺ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളുടെ ഒരു കോണിൽ നിൽക്കുന്നത്. അപ്പോൾ നോക്കാം, ഈ 2 ഉണ്ട്, പിന്നെ 4 + 1 5 ആണ്, പിന്നെ 2 + 3 5 ആണ്, പിന്നെ 0 ആണ്. ചിത്രം ഒന്നുകൂടി നോക്കാം. ഈ ചിത്രം ഒന്നുകൂടി നോക്കാം. ഇതിൽ ആ 2 എൻ്റെ ഒപ്പം അപ്പുറത്ത് മുകളിൽ കോണായിട്ട് വേറെ ഒരു സംഖ്യയില്ല. ഈ 4ന്റെ മുകളിൽ കോണായിട്ട് എന്തുണ്ട്? വേറെ സംഖ്യ ഉണ്ടാവുന്ന 1. അപ്പോൾ 4ഉം 1ഉം കൂടി കൂട്ടാം. ഈ 2 ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. 2 ഉണ്ട്, 2 അതേപോലെ എഴുതുക. പിന്നെ 4ഉം 1ഉം 5, അപ്പോൾ 2 ആയി. ലെഫ്റ്റ് മോസ്റ്റിൽ 2 ആയി. പിന്നെ 4ഉം 1ഉം 5 ആയി. പിന്നെ 2 + 3 5 ആയി. അപ്പം അപ്പുറത്ത് 0. അപ്പോൾ 2 5 5 0. അതായിരിക്കും ഉത്തരം. നോക്കാം, 2 5 5 0. അപ്പോൾ 425നെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 2550 ആയിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി 6785 എന്നുള്ള സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6785നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ മെയിൻ ബോർഡിൽ ആ 1 മുതൽ 9 വരെയുള്ള ആ മഞ്ഞ കളറിലുള്ള അതിനകത്ത് നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കണം? 6ന്റെ സ്ട്രിപ്പ് കൊണ്ടുപോയി വെക്കണം, 7ന്റെ സ്ട്രിപ്പ് കൊണ്ടുപോയി വെക്കണം, 8ന്റെ സ്ട്രിപ്പ് കൊണ്ടുപോയി വെക്കണം, 5ന്റെ സ്ട്രിപ്പ് കൊണ്ടുപോയി വെക്കണം. അത്രയും കൊണ്ടുപോയി വെച്ചതിന് ശേഷം 8ന്റെ ആ റോ എടുത്തിട്ട് മാറ്റി വെക്കുക. 8ന്റെ റോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കും. 6ന്റെ സ്ട്രിപ്പ് ഉണ്ട്, 7ന്റെ സ്ട്രിപ്പ് ഉണ്ട്, 8ന്റെ സ്ട്രിപ്പ് ഉണ്ട്, 5ന്റെ സ്ട്രിപ്പ് ഉണ്ട്. ഇനി 8 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പോൾ ഈ 8ന്റെ ആ വരിയെ അങ്ങോട്ട് എന്ത് ചെയ്യാം? മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് ഉത്തരം കാണുന്നത്? നോക്കാം, ഈ ചിത്രത്തിൽ നോക്കാം. 8ന്റെ ആദ്യം 4ഉം താഴെ 8 ആണ്. അപ്പം 4ന്റെ ഒപ്പം ഈ കോണായിട്ട് വേറെ ഒന്നുമില്ല. അപ്പം 4 അതേപോലെ എഴുതി. ഇനി 8ഉം 5ഉം ഉണ്ട്. 8 + 5 ആണ് വേണ്ടത്. അപ്പോൾ 13 ആണ് വരിക. പിന്നെ 6 + 6 വരും, 12 വരും. പിന്നെ 4 + 4 വരും, 8 വരും. പിന്നെ 0 ഒറ്റയ്ക്ക്. ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത്, ഈ 0 കഴിഞ്ഞു. 4 + 4 8, പ്രശ്നമൊന്നുമില്ല. 6 + 6 വരുമ്പോൾ 12ൽ എന്താ എഴുതാൻ കഴിയുള്ളൂ? 2 എഴുതാൻ കഴിയുള്ളൂ. 1 എന്താണ്? ഇപ്പുറത്തേക്ക് പോകും. 1 ഇപ്പുറത്തേക്ക് പോയിട്ട് 8 + 5ന്റെ കൂടെ 1 കൂട്ടണം. അപ്പം എന്തായി? 8 + 5 എന്തായി? 8ഉം 5ഉം 13 + 1 14ന്റെ 4 വന്നു. പ്ലസ് ആ 4 ഈ ഇപ്പുറം 4നോട് കൂടി ആ 1 കൂടി കൂട്ടണം. അപ്പം ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് ശ്രദ്ധിക്കുക. 8 + 5 ഇപ്പോൾ ഏറ്റവും ആദ്യം അവിടെ 0 മാത്രമേ ഉള്ളൂ. പിന്നെ 4 + 4 8 ആണ്. പിന്നെ 6 + 6 12ന്റെ 2 മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. ബാക്കി 1 ഉണ്ട്. 1 8 + 5നോട് കൂടി കൂട്ടി. അപ്പോൾ 14ന്റെ 4 കിട്ടി. ഈ 1 വീണ്ടും എന്ത് ചെയ്തു? 4നോട് കൂട്ടി. അപ്പോൾ 5 ആയി. അപ്പോൾ ഉത്തരം 54,280 എന്ന് വരും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷനേ ഉപയോഗിക്കുന്നില്ല, സിമ്പിൾ അഡിഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളുടെ തൊട്ടുമുന്നത്തെ ആ വലിയ സംഖ്യയായ 6785നെ ഈ ബോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് 8 കൊണ്ട്. അതുപോലെ 9 വരെ ഒറ്റ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാനാണ് പറ്റുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ക്യാരീസ് വരുമ്പോൾ ഇപ്പുറത്തേക്ക് ആഡ് ചെയ്തിട്ട് ഈ കോണിലുള്ളത് മാത്രം കൂട്ടുകയും ബാക്കിയുള്ളത് അതേപോലെ എഴുതുക. അത്രയുള്ള ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഈ രീതിയിൽ സംഖ്യകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ, സിംഗിൾ ഡിജിറ്റ് ഉപയോഗിച്ച് വലിയ സംഖ്യകളെ സിംഗിൾ ഡിജിറ്റ് സംഖ്യകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ബോണ് വെറുതെ നിർമ്മിച്ച് നോക്കാം. എന്നിട്ട് ഈ ഒരു പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നിർമ്മിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം? നാപ്പിയേഴ്സ് ബോൺസ് ഉപയോഗിച്ച് ഉള്ള മൾട്ടിപ്ലിക്കേഷൻ
വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത കമ്പ്യൂട്ടിംഗ് മെഷീനാണ് പാസ്കലൈൻ. ദിസ് ഈസ് ഡെവലപ്ഡ് ബൈ ബ്ലെയ്സ് പാസ്കൽ ഇൻ 1642. 1642 പാസ്കലാണ് ഈ മെഷീൻ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ പാസ്കലൈൻ എന്ന് വിളിക്കുന്നത്. ഇത് ലോകത്തെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ്. ഇറ്റ് ഈസ് ദ വേർഡ്സ് ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ കാൽക്കുലേറ്റർ ആണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ. It is capable of adding and subtracting two numbers directly, and that could be multiply and divide by repetition. അഡീഷനും സബ്ട്രാക്ഷനും ആ രണ്ട് ഓപ്പറേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഈ പാസ്കലൈൻ ഉപയോഗിച്ച് ചെയ്യാം. റിപ്പീറ്റേഷൻ പ്രോസസ്സിലൂടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യാൻ കഴിയും. അതായത് എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസും പാസ്കലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ദിസ് മെഷീൻ വാസ് ഓപ്പറേറ്റഡ് ബൈ ഡയലിംഗ് എ സീരീസ് ഓഫ് വീൽസ്, ഗിയേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. കുറേ ഈ പൽചക്രങ്ങൾ പോലെയുള്ള കുറേ വീലുകൾ, ഗിയറുകളും സിലിണ്ടറുകളൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ട് അത് ഡയൽ ചെയ്ത് ആ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പാസ്കലൈൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യുന്നത് 28 പ്ലസ് 35. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ 5 വീലുകളാണുള്ളത്. വീലുകളുടെ എണ്ണം കൂടാവുന്നതാണ്. വീലുകൾക്ക് ഓരോ വീലുകളിലും മുകളിലും എന്തുണ്ട്? ഓരോ സ്ക്രീനുകളുണ്ട്. വീലുകളിൽ ഓരോ സംഖ്യകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേന ഉപയോഗിച്ച് നമുക്ക് ഏതിനെയാണ് ആഡ് ചെയ്യേണ്ടത് ആ സംഖ്യയ്ക്ക് നേരെ പേന ഉപയോഗിച്ച് കറക്കി ഇതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ആ കാലിന് നേരെയാണ് നമ്മളത് കറക്കി കൊണ്ടുപോയി വെക്കേണ്ടത്. മാനുവലായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ 28 എന്നുള്ള സംഖ്യയെ 35 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഈ വലതുഭാഗത്തുള്ള 2 വീലുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം 2 അക്കങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഇതിൽ കാണുന്നത് പോലെ 28നെ 35 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഈ 2നെ ആദ്യം സെലക്ട് ചെയ്യുക. 2നെ സെലക്ട് ചെയ്ത് നമ്മളത് കറക്കിയിട്ട് ആ ഫിക്സഡ് ആയിട്ടുള്ള കാലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ആ വീലിന് നേരെ ഉള്ള സ്ക്രീനിൽ 2 ഡിസ്പ്ലേ ആയി. ഇനി വേണ്ടത് വലതുഭാഗത്തുള്ള വീലിൽ 8 എന്നുള്ള പോയിന്റിൽ ആ നമ്പറിന് നേരെ പേന വെച്ച് കറക്കി ഈ കാലിന് നേരെ കൊണ്ടുപോയി വെക്കണം. ഇതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് കറക്കാൻ പാടുള്ളൂ. എന്നാലേ ഇത് എക്സാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുള്ളൂ. ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഈ 8നെ ഇതുപോലെ നേരത്തെ ചെയ്ത് അതേപോലെ 8നെ എടുത്തു വെച്ച് തിരിച്ച് ആ ഫിക്സഡ് ആയിട്ടുള്ള കാലിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്താകും, അവിടെ 28 മുകളിൽ ഡിസ്പ്ലേ ആകും, നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി 35ആണ്. അപ്പോൾ 35നെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും നമ്മുടെ രണ്ടാമത്തെ ഈ ചക്രം, മീൻസ് വലതുനിന്ന് രണ്ടാമത്തെ ചക്രം, ഈ 2ൻ്റെ അത് സെലക്ട് ചെയ്ത ആ ചക്രത്തിൽ നമ്മൾ 35ൽ 10ൻ്റെ സ്ഥാനത്തുള്ള 3 ആണ്. അപ്പോൾ 3 എന്നുള്ള ആ അവിടെ പോയിട്ട് പേന വെച്ച് കറക്കി ആ കാലിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ആ രീതിയിൽ 3നെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് അവിടെ വെച്ചു. ഓക്കെ, ഇനി നമുക്ക് 5നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ 3നെ വെച്ച് നോക്കുമ്പോൾ മുകളിൽ 5ആണ്. കാരണം 3ഉം 2ഉം കൂടി കൂട്ടിയ ഉത്തരം 5ആണ്. 5 അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഒറ്റയുടെ സ്ഥാനത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കേരികളൊക്കെ വരുമ്പോൾ 5 മാറിയിട്ട് എന്താവും, അടുത്ത സംഖ്യ ആവാം. ഓക്കെ, ഇനി നമ്മൾ 5നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒറ്റയുടെ സ്ഥാനത്തുള്ള 5നെ എടുത്ത് ആ ഫിക്സഡ് പോയിന്റിൽ കൊണ്ടുപോയി കാലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു.
അപ്പോൾ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും ഉത്തരം എന്താണ്? 63ആണ്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മുന്നേ വന്ന ഒരു കേരി 8 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 ആകുമ്പോഴേക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 5 മാറിയിട്ട് എന്തായിട്ടുണ്ടാവും? 6 ആയിട്ടുണ്ടാവും. ഇത് നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളിലൊക്കെയുള്ള ഡിജിറ്റൽ അല്ലാത്ത മീറ്ററുകൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ രീതിയിലാണ് പാസ്കലിനെ ഉപയോഗിച്ച് 2 സംഖ്യകളെ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് മോഡൽ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഇതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഇത് ക്ലോക്കിലെ സൂചികൾ കറങ്ങുന്ന അതേ ഡയറക്ഷനിലാണ് ഈ വീലുകൾ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ലിബ്നിസ് കാൽക്കുലേറ്റർ. ഇത് ഡിസൈൻ ചെയ്തത് ഗോട്ട്ഫ്രൈഡ് വിൽഹം വോൺ ലിബ്നിസ്. അതുകൊണ്ട് തന്നെ അതിനെ ലിബ്നിസ് കാൽക്കുലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിനെ സ്റ്റെപ്പ് റെക്കോണർ എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റെപ്പ് റെക്കോണർ. The step reckoner expressed on Pascal's ideas and extended the capabilities to perform multiplication and division. പാസ്കലിൽ ഉപയോഗിച്ച് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനുമാണ് നടത്തിയിരുന്നത്. ആ ഐഡിയയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി ഈ സ്റ്റെപ്പ് റെക്കോണർ ഉപയോഗിച്ച് നടത്താൻ കഴിയും. ഇദ്ദേഹം ലിബ്നിസ് സക്സസ്ഫുള്ളി ഇൻട്രൊഡ്യൂസ് ദിസ് കാൽക്കുലേറ്റർ ഓൺ ടു ദ മാർക്കറ്റ്. ശരിക്കും ഇത് മാർക്കറ്റിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹിസ് യുണീക്ക് ഡ്രം ഷേപ്ഡ് ഗിയേഴ്സ് ഫോംഡ് ദ ബേസിക്സ് ഓഫ് മെനി സക്സസ്ഫുൾ കാൽക്കുലേറ്റർ ഡിസൈൻസ് ഇൻ ലേറ്റർ ഇയേഴ്സ്. വരും വർഷങ്ങളിൽ വന്ന ധാരാളം കാൽക്കുലേറ്റർ ഡിസൈനുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡ്രം ഷേപ്ഡ് ഗിയേഴ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ജക്കാർഡ്സ് ലൂം. തുണിത്തരങ്ങളൊക്കെ ടെക്സ്റ്റൈൽസുകൾ നിർമ്മിക്കാൻ വേണ്ടി, തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി we can say it is a mechanical loom. ലൂം എന്ന് പറഞ്ഞാൽ തറി എന്നാണ് അർത്ഥം. ഒരു മെക്കാനിക്കൽ ലൂമാണ്. ഇറ്റ് ഈസ് ഇൻവെന്റഡ് ബൈ ജോസഫ് മേരി ജക്കാർഡ് ഇൻ 1801. ജോസഫ് മേരി ജക്കാർഡ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇറ്റ് സിംപ്ലിഫൈസ് ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ടെക്സ്റ്റൈൽസ് വിത്ത് കോംപ്ലക്സ് പാറ്റേൺസ്. കോംപ്ലക്സ് പാറ്റേണുകളുള്ള ടെക്സ്റ്റൈലുകളൊക്കെ, തുണിത്തരങ്ങളൊക്കെ നിർമ്മിക്കുന്ന പ്രക്രിയ സിംപ്ലിഫൈ ചെയ്തു ഈ മെക്കാനിക്കൽ ലൂമിലൂടെ. ദ ലൂം ഈസ് കൺട്രോൾഡ് ബൈ പഞ്ച്ഡ് കാർഡ്സ് വിത്ത് പഞ്ച്ഡ് ഹോൾസ്. പഞ്ച്ഡ് കാർഡുകൾ, പഞ്ച്ഡ് ഹോളുകളുള്ള പഞ്ച്ഡ് കാർഡുകളാണ് ഈ ലൂമിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഈച്ച് റോ ഓഫ് കാർഡ് കറസ്പോണ്ട്സ് ടു വൺ റോ ഓഫ് ഡിസൈൻ. ഈ ടെക്സ്റ്റൈൽസ്, ഈ പാറ്റേണുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഈ കാർഡിലെ ഓരോ റോകളും ഡിസൈൻ്റെ ഒരു റോയെ ആണ് കറസ്പോണ്ട് ചെയ്തിരുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഹ്യൂമൻ ലേബർ. ഓക്കെ, ഇറ്റ് അലൗഡ് ടു സ്റ്റോർ പാറ്റേൺസ് ഓൺ കാർഡ്സ് ടു ബി യൂട്ടിലൈസ്ഡ് ടു ക്രിയേറ്റ് ദ സെയിം പ്രൊഡക്റ്റ്. അത് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നു. സെയിം പ്രൊഡക്റ്റുകളെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ കാർഡിൽ ഉള്ള പാറ്റേണുകളെ റീയൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ദിസ് കാർഡ് ഹാസ് ദ കപ്പാബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ഓൺ ദം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഈ പഞ്ച്ഡ് കാർഡുകൾക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. ദ പഞ്ച്ഡ് കാർഡ് കൺസെപ്റ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ചാൾസ് ബാബേജ് ടു കൺട്രോൾ ഹിസ് അനലിറ്റിക്കൽ എഞ്ചിൻ ആൻഡ് ലേറ്റർ ബൈ ഹെർമൻ ഹോളറിത്ത്. ഈ പഞ്ച്ഡ് കാർഡ് എന്നുള്ള കൺസെപ്റ്റ് ചാൾസ് ബാബേജും അതുപോലെ തന്നെ ഹെർമൻ ഹോളറിത്തും ഒക്കെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. ജക്കാർഡ്സ് ലൂം, ഇതിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ്? ഈ രീതിയിലുള്ള ഒരു തറി, ഒരു മെക്കാനിക്കൽ തറി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റൈൽസുകൾ, തുണിത്തരങ്ങളൊക്കെ, പാറ്റേണുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ആണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ധാരാളം
മനുഷ്യ ലേബർ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കുറയ്ക്കാമായിരുന്നു. പഞ്ച്ഡ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അടുത്തതായി ഡിഫറൻസ് എഞ്ചിൻ. ചാൾസ് ബാബേജ് നമുക്കറിയാം, നമുക്കറിയാം ചാൾസ് ബാബേജിനെ കുറിച്ച്. ബാബേജിന്റെ ഇൻവെൻഷനാണ് 1822 ഡിഫറൻസ് എഞ്ചിൻ. ഇറ്റ് ക്യാൻ പെർഫോം അരിത്മെറ്റിക് കാൽക്കുലേഷൻസ് ആൻഡ് പ്രിന്റ് റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കലി. അരിത്മെറ്റിക് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനും റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യാനും പറ്റിയിരുന്നു യൂസിങ് ഡിഫറൻസ് എഞ്ചിൻ. Here all mathematical calculations can be broken up into simple operations which are constantly repeated and carried out by automatically. എല്ലാ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനെയും ചെറിയ ചെറിയ ഓപ്പറേഷൻസ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ആയിരുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെന്ത് ചെയ്തിരുന്നത്, ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ബാബേജ് ഇൻവെന്റഡ് ഡിഫറൻസ് എഞ്ചിൻ ടു കമ്പൈൽ മാത്തമെറ്റിക്കൽ ടേബിൾസ്. ഈ മാത്തമെറ്റിക്കൽ ടേബിളുകളൊക്കെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ഈ ഡിഫറൻസ് എഞ്ചിനായിരുന്നു. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഡിഫറൻസ് എഞ്ചിൻ കണ്ടുപിടിച്ചത് എന്നും കൂടി മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ഈസ് ഡിഫറൻസ് എഞ്ചിൻ. ഇതിന്റെ നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെ ചാൾസ് ബാബേജിന്റെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ് അനലിറ്റിക്കൽ എഞ്ചിൻ. 1833 ആണ് അദ്ദേഹം ഈ അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്തത്. ശരിക്കും ഇത് ഈ മോഡേൺ കമ്പ്യൂട്ടറിന്റെ മുൻഗാമിയായിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ റിയൽ പ്രിഡിസസർ ഓഫ് മോഡേൺ ഡേ കമ്പ്യൂട്ടർ. ഇറ്റ് മാർക്സ് ദ ഡെവലപ്മെന്റ് ഫ്രം അരിത്മെറ്റിക് കാൽക്കുലേഷൻ ടു ജനറൽ പർപ്പസ് കാൽക്കുലേഷൻ. അരിത്മെറ്റിക് കാൽക്കുലേഷൻ എന്ന ആ ഡെവലപ്മെന്റിൽ നിന്നും ജനറൽ പർപ്പസ് എല്ലാതരം കാൽക്കുലേഷൻസും നടത്താൻ പറ്റിയ ഒരു ബേസിക് മോഡലായിരുന്നു അനലിറ്റിക്കൽ എഞ്ചിൻ. ഇറ്റ് ഹാസ് മെനി ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറിലെ പല ഫീച്ചേഴ്സും ഈ അനലിറ്റിക്കൽ എഞ്ചിനിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ ആദ്യമായി ദ എഞ്ചിൻ ഹാഡ് എ സ്റ്റോർ, ഒരു മെമ്മറി സ്റ്റോർ വേർ നമ്പേഴ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് കുഡ് ബി സ്റ്റോർഡ്. അപ്പോൾ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു എഞ്ചിന്, അത് നമ്മൾ മെമ്മറി എന്ന് പറയാം. അവിടെ നമുക്ക് നമ്പറുകളും അതുപോലെ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളും സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണത്. എ സെപ്പറേറ്റ് മിൽ, വേറൊരു ഭാഗം ഉണ്ടായിരുന്നു, മിൽ എന്നാണ് എന്നെ പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ പ്രോസസർ എന്ന് പറയാം. വേർ അരിത്മെറ്റിക് പ്രോസസ്സിംഗ് കുഡ് ബി പെർഫോംഡ്. പിന്നെ ഇറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേർ ഇൻ ദ ഫോം ഓഫ് പഞ്ച്ഡ് കാർഡ്സ് കണ്ടെയ്നിങ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് പഞ്ച്ഡ് കാർഡ് രൂപത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാം ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള മെമ്മറിയും പ്രോസസ്സറും ഇൻപുട്ട് ഔട്ട്പുട്ടും നമ്മളുടെ ഇൻപുട്ട് ഔട്ട് ഡിവൈസും ഈ അനലിറ്റിക്കൽ എഞ്ചിനിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പഞ്ച്ഡ് കാർഡിൽ കൊടുത്ത നിർദ്ദേശങ്ങൾ എഴുതിയിരുന്നത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ഓഗസ്റ്റ അഡാക്കിംഗ് ആയിരുന്നു. ഈ ഓഗസ്റ്റ അഡാക്കിംഗ് ആണ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് അനലിറ്റിക്കൽ എഞ്ചിനിൽ മനസ്സിലാക്കാനുള്ളത്. ഇറ്റ്സ് ഗ്രേറ്റ് ഇൻവെൻഷൻസ്. ഈ ചാൾസ് ബാബേജിന്റെ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നാൽ ആരാണ്? അത് ചാൾസ് ബാബേജ് ആണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ പദവി കിട്ടിയത്? അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഇൻവെൻഷൻസ് ആയ ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക്കൽ എഞ്ചിനും അദ്ദേഹം കണ്ടുപിടിച്ചു. അതിലൂടെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന പേരിന് അദ്ദേഹം അർഹനായത് എന്നുകൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ്, അപ്പോൾ ദിസ് ഈസ് ദ മോഡൽ ഓഫ് അനലിറ്റിക്കൽ എഞ്ചിൻ. നെക്സ്റ്റ് computational machine is Hollerith's machine. It is the first electromechanical punched card tabulator that used punched cards for input, output and instructions. പഞ്ച്ഡ് കാർഡുകളാണ് ഇവിടെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നിർദ്ദേശങ്ങൾ നൽകാനും ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഹെർമൻ ഹോളറിത്ത് ഇൻ 1887. 1887 ഹോളറിത്ത് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ദ കാർഡ് ഹാസ് ഹോൾസ് ഓൺ ദം ഇൻ എ പെർട്ടിക്കുലർ പാറ്റേൺ ഹാവിംഗ് സ്പെഷ്യൽ മീനിങ് ഫോർ ഈച്ച് കൈൻഡ് ഓഫ് ഡാറ്റ. ഓരോ തരം ഡാറ്റകൾക്കും ഇവിടെ കാർഡുകളിൽ വ്യത്യസ്ത തരം സ്പെഷ്യൽ പാറ്റേണിലുള്ള ഹോളുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് US സെൻസസ് ബ്യൂറോയ്ക്ക് വേണ്ടിയായിരുന്നു. US സെൻസസ് ബ്യൂറോയിൽ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാനുവലായിട്ട് ചെയ്യാൻ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഏകദേശം 10 വർഷമൊക്കെ എടുത്തിരുന്ന പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അനാലിസിസ്
ഈ മെഷീൻ കണ്ടുപിടിച്ചതോടെ ഒരു വർഷമൊക്കെയായി ചുരുങ്ങി എന്നുള്ളതാണ്. ഒരു വർഷം കൊണ്ടൊക്കെ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും മാൻ പവർ റെഡ്യൂസ് ചെയ്യാൻ ഈ മെഷീന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മെഷീനെ സെൻസസ് മെഷീൻ എന്നും വിളിക്കാറുണ്ട്. ദിസ് മെഷീൻ യൂസസ് ഇലക്ട്രിസിറ്റി ടു റീഡ്, കൗണ്ട് ആൻഡ് സോർട്ട് ഹൂസ് ഹോൾസ് റെപ്രസെന്റ് ഡാറ്റ. ഹോൾസിൽ ഡാറ്റയാണുള്ളത്. ഈ ഡാറ്റ റീഡ് ചെയ്യാനും കൗണ്ട് ചെയ്യാനും സോർട്ട് ചെയ്യാനും ഇലക്ട്രിസിറ്റിയാണ് ഈ മെഷീനിൽ ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇൻ 1890 ഹോളറിത്ത് സ്റ്റാർട്ടഡ് ദ ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ. 1890 ഇദ്ദേഹം ഒരു TMC എന്ന് പറഞ്ഞ ഒരു ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ തുടങ്ങി. അതിൻ്റെ പിന്തുടർച്ചയെന്നോണമാണ് ധാരാളം ചേഞ്ചുകളൊക്കെ വന്ന് അതിൽ നിന്നാണ് IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ IBM കോർപ്പറേഷൻ 1924 നിലവിൽ വന്നു. അത് ഈ TMCയിലൂടെയാണ് IBM ജനറേറ്റ് ആയത് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഹോളറിത്ത് മെഷീനിനെ കുറിച്ച്. ഇതിൻ്റെ സ്ട്രക്ചർ ഈ രീതിയിലാണ്. ലാസ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ് നമുക്ക് പഠിക്കാനുള്ള മാർക്ക് I. ഇറ്റ് ഈസ് എ ലാർജ് ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ. ഇത് ഏറ്റവും വലിയ, വളരെ വലുപ്പം കൂടിയതാണ്, ഏറ്റവും വലിയ ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ്. ദിസ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഹവാർഡ് ഐക്കൺ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ്. ഇൻ IBMലെ കുറച്ച് എഞ്ചിനീയേഴ്സും ഹവാർഡ് ഐക്കണും കൂടി ചേർന്ന് 1944 ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് കോൾഡ് ഹവാർഡ് മാർക്ക് I. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബാബേജസ് അനലിറ്റിക്കൽ എഞ്ചിൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മാർക്ക് I ബാബേജിന്റെ അനലിറ്റിക്കൽ എഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് വുഡ് ഹാൻഡിൽ 23 ഡെസിമൽ പ്ലേസ് നമ്പേഴ്സ്. 23 ഡെസിമൽ വരെയുള്ള സംഖ്യകളെ ഹാൻഡിൽ ചെയ്യാൻ മാർക്ക് Iക്ക് കഴിയുമായിരുന്നു. ഇറ്റ് കുഡ് പെർഫോം ഓൾ 4 അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. 4 അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, വളരെ 23 ഡെസിമൽ പ്ലേസ് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ മാർക്ക് Iക്ക് കഴിഞ്ഞിരുന്നു. ഇറ്റ് വാസ് പ്രോഗ്രാംഡ് ടു ഹാൻഡിൽ ലോഗരിതംസ് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ലോഗരിതംസും അതേപോലെ തന്നെ ട്രിഗണോമിക് ഫംഗ്ഷൻസും ഹാൻഡിൽ ചെയ്യാൻ, ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഇത് മാർക്ക് I ഉപയോഗിച്ചിരുന്നു. യൂസിങ് ദീസ് 2 നമ്പേഴ്സ് കുഡ് ബി ആഡഡ് ഇൻ 3 to 6 seconds. രണ്ട് സംഖ്യകളെ 2 to 6 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇറ്റ് യൂസ്ഡ് പേപ്പർ ടേപ്പ് റീഡേഴ്സ്, കാർഡ് റീഡേഴ്സ്, പേപ്പർ പഞ്ച് ആൻഡ് ടൈപ്പ് റൈറ്റേഴ്സ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടി പേപ്പർ ടൈപ്പ് റീഡേഴ്സ്, അതുപോലെ കാർഡ് റീഡറുകൾ, അതുപോലെ കാർഡ് പഞ്ച് ആൻഡ് ടൈപ്പ് റൈറ്റേഴ്സ്, ഇതൊക്കെയായിരുന്നു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ 4 തരത്തിലുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ വേണ്ടി ബാബേജിന്റെ അനലിറ്റിക് എഞ്ചിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടറാണ് മാർക്ക് I എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ.